സമയത്തും അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ വ്യാപാര മേഖല കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗവും ആ സമയത്ത് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികൾ നമ്മുടെ ഉപഭോക്താക്കളെ നമ്മളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ വ്യാപാരങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യകത ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളിലൂടെ നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഗാന്ധി ജയന്തി ദിനമായിരുന്നു. ആ ദിനത്തിൽ ഒരു സന്ദേശത്തിൽ ഗാന്ധിജി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്താക്കളാണ് നമ്മുടെ ദൈവങ്ങൾ, അവരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിക്കുമ്പോൾ ഉപഭോക്താക്കളെ ശ്രദ്ധിച്ചുകൊണ്ടും അവരിലേക്ക് കൂടുതൽ സമ്മാനങ്ങൾ എത്തിച്ചുകൊണ്ടും അവരെ പിടിച്ചു നിർത്തി കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അത് നമ്മൾ കോഴിക്കോട് ജില്ലയിലും മൊത്തത്തിൽ ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചന ഈ സമയത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രാവർത്തികമാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയതുപോലെ വ്യാപാരത്തെ കോഴിക്കോട് തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രീതി ഗ്രൂപ്പ് ഓഫ് അവസ്ഥ അവരുടെ ഗ്രൂപ്പ് ക്യാമ്പിന് ബിസിനസ്സിന് കൊടുക്കാൻ വേണ്ടി തന്നെ പിടിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫറോക്ക് യൂണിറ്റ് പ്രസിഡന്റ് മമ്മുണ്ണി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ ഗ്രൂപ്പ് ചെയർമാനുമായ ബാബുക്ക സ്വാഗതം പറഞ്ഞ ഈ സംരംഭത്തിൻ്റെ ചെയർമാൻ ഡയറക്ടർ കൂടിയായ ദീപ്ക, ഈ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മത്തിന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലാ വ്യാപാരി വ്യവസായ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, നാരായണൻ, മറ്റുള്ള മനോരമ പദ്ധതി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫറോക്കിൽ വിപുലമായൊരു അങ്ങാടി മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമ്മാന പദ്ധതി 10 സ്കൂട്ടറും ഒരു കാറും നിലയിക്കൊണ്ട് ബൃഹത്തായൊരു വ്യാപാര ദിവസം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇത്തരത്തിൽ കുറേ സ്ഥാപനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് വ്യാപാര സമ്മാന പദ്ധതി നടത്തുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എപ്പോഴും വേദി ഗ്രൂപ്പ് തന്നെയാണ്. ഫറോക്കിന്റെ വ്യാപാര മേഖലയിൽ സംബന്ധിച്ചോളം വേദി ഹൈപ്പർ മാർക്കറ്റ് പരിസര പ്രദേശങ്ങൾക്കാകെ എന്നും വ്യാപാര മേഖലയിൽ അജയായി നിൽക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി ഇവിടെ സ്വാഗത ബിസിനസ് സൂചിപ്പിച്ചമാതിരി കച്ചവടത്തിൻ്റെ സിംഹഭാഗമില്ലെങ്കിലും ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനത്തിൽ കൂടി അവർ വിനിയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. എന്നാൽ ഈ സംരംഭത്തിന് ഫറോക്ക് യൂണിറ്റിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട്